മർക്കോസ് 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. ഇത് ഞാൻ സെമിനാരി പഠിക്കണ കാലം മുതൽ കേൾക്കണതാണ്. അപ്പൊ ഞാൻ പറയും ഇതൊന്നും നടക്കാൻ പോണില്ല, മലയൊക്കെ പോയി കടലിൽ വീഴാൻ പോണം അപ്പൊ പറയുമ്പോ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം, എന്താ പറഞ്ഞിരിക്കണത്? കർത്താവ് പറഞ്ഞ ഒരു കാര്യം തെറ്റിപ്പോകത്തില്ല. മലയെന്ന് പറഞ്ഞാൽ എന്താണ്? എവറസ്റ്റ് കൊടുമുടിയും സഖ്യപ്രദവും അല്ല, ജീവിത തടസ്സങ്ങളാണ്. ബൈജുവിന് എന്തുമാത്രം മലകളാ വരണമെന്ന് നോക്കി. കരാട്ട ക്ലാസ്സിൽ പിള്ളേരില്ല, അതൊരു മലയല്ലേ. നിങ്ങൾക്ക് ഇത് വരുന്നില്ല, വിസ പുതുക്കി കിട്ടണില്ല, അതൊരു മലയല്ലേ. ജീവിത വഴികളുടെ ഒരു തടസ്സത്തിനല്ലേ മലയെന്ന് പറയണത്. ജീവിത വഴികളിലുള്ള തടസ്സം, അതിനാണ് ഈ മലയെന്ന് പറയണത്. അപ്പം സുവിശേഷത്തിലെ അപ്പം എന്താ പറയണത്? ഹൃദയത്തിൽ എന്ന് വായിച്ചേ. ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ഒരു കാര്യം സാധിച്ചു കിട്ടുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ പറയല്ലേ നിങ്ങൾ കാര്യസാധ്യത്തിനാണ് കൃപാസനത്തിൽ പോണത്. സംശയം എന്താ? കാര്യസാധ്യത്തിനല്ലേ വരുന്നത് അല്ലേ? ആണ്. അതെന്താണ്? അതിന് പ്രൊവിഷനുണ്ട്. എന്താണ് അതിൻ്റെ പ്രൊവിഷൻ? എന്താണ്? നിങ്ങൾ ഒന്ന് വായിച്ച്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. എന്നാ പറയണത്. എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ശങ്കിക്കരുത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും 99% ഉള്ള ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണ്? ഹൃദയത്തിൽ ശങ്കയാണ്. നമ്മുടെ മുമ്പിലുള്ള ത്രെട്ട് എന്താണ്? ചാലഞ്ച് എന്താണ്? ഈ ഹൃദയത്തിൽ ശങ്ക എങ്ങനെ മാറ്റാവുന്നുള്ളതാണ് അല്ലേ? എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണ്? ഇപ്പം കൃപാസനത്തിൽ 23 കൊല്ലം മക്കളില്ലാത്തവരുണ്ട്. ആ 23ാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് മക്കളായി. എന്താ കാര്യം? അവർ ഹൃദയത്തിൽ ശങ്കിക്കുന്നില്ല, കർത്താവ് എനിക്ക് മക്കളെ തരുമെന്ന്. 23 കൊല്ലവും കണ്ട ഡോക്ടർമാരും ചെയ്ത പരീക്ഷണങ്ങളും എല്ലാം പറഞ്ഞത് നിനക്ക് മക്കളെ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. അതൊരു മല പോലെ അങ്ങ് വന്ന് നിൽക്കുകയാണ്. ഈ മലയോടാണ് മാറിപ്പോയി കടലിൽ വീഴാൻ പറയണത്. എന്താണ്? ഉടമ്പടി എന്ന് പറയുന്നത് മലകൾ, ജീവിതത്തിൻ്റെ മലകളോട് നമ്മൾ നടത്തുന്ന ജീവിതം കൊണ്ടുള്ള ശാസ്ത്രയാണ് പോയി കടലിൽ വീഴാൻ പറയണത്. എങ്ങനെയാണ്? ഹൃദയത്തിലെ ശങ്കിക്കാതെ. ഇനി ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് പ്രശ്നം. ബുദ്ധിയിലല്ല ശങ്കയുള്ളത്. ബുദ്ധിയിൽ ശങ്കിച്ചാലും കുഴപ്പമൊന്നുമില്ല. ബുദ്ധി കൊണ്ട് നടക്കുക എന്നാണ്, റീസണല്ലേ അവിടെ ഉപയോഗിക്കണത്. അയ്യോ അതെങ്ങനെ നടക്കാനാണ്? നടക്കത്തില്ലല്ലോ. കാര്യം ഒരു സീറ്റേ ഉള്ളൂ. സുവോളജിക്ക് എന്നെക്കാളും എനിക്ക് 90% മാർക്കേ ഉള്ളൂ. ബോട്ടണിക്ക് 99% മാർക്ക് കിട്ടിയ ആളുണ്ട്. അപ്പോൾ അവരെ എടുക്കുക, എന്നെ എടുക്കുക, അത് ന്യായമല്ലല്ലോ എന്നൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം. പക്ഷെ ബുദ്ധിയുടെ വിഷയം വിശ്വാസത്തിൽ വരുന്നില്ല. ഹൃദയത്തിൽ എന്താ ഈശോ പറഞ്ഞത്? ബുദ്ധി ശങ്കിക്കാതെ എന്നല്ല പറയണത്. ബുദ്ധി ശങ്കിക്കാൻ 100,000 കാര്യമുണ്ട്. ബൈബിൾ വർക്കൗട്ട് ചെയ്യണത്, ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് ബുദ്ധിയുമായിട്ടുള്ള സംഭവമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ മെറിറ്റിൻ്റെ വിഷയമാണ്. ഒരാൾക്ക് 90 ഒരാൾക്ക് 99 ആണെങ്കിൽ മെറിറ്റല്ലേ പറയാം. അപ്പോൾ ഉടമ്പടി എന്താ സംഭവിച്ചിരിക്കുന്നത്? നോട്ട് ബൈ മെറിറ്റാണ്, ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഹൃദയം പറയണതിൻ്റെ കാര്യം. അതാണ് ഹൃദയം പറയണത്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്നല്ലേ പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഗലാത്യ 6:18. നമ്മുടെ കർത്താവായ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ നിങ്ങളുടെ ബുദ്ധിയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയണത്. അല്ല, ഹൃദയത്തിന്റെ കൂടെയാണ് കൃപ ഉറക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബൈ ഇൻ്റലക്ട്, ബട്ട് ബൈ ഗ്രേസ്. അവിടെ വിഷയം. ഇപ്പം ഇവിടെ എന്താ 11:23 പറയണത്? ഹൃദയത്തിൽ ശങ്കിക്കാതെ ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ, കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുക തന്നെ ചെയ്യും. അപ്പം ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തെയാണ് നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത്. ഹൃദയത്തെ എങ്ങനെ ഫോക്കസ് ചെയ്യണത്? സംശയങ്ങൾ എങ്ങനെയാണ് മാറണത്? ഹൃദയത്തെ സംശയിക്കാതെ അല്ലേ സംശയങ്ങൾ എങ്ങനെയാണ് മാറണത്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. കണ്ട സംഭവം ഉണ്ടല്ലേ? അതാണ് വിഷയം. ഹൃദയത്തെ ശങ്കിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. എടുത്ത് 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു. പറഞ്ഞേ. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പൊ സ്നേഹമാണ് വിഷയം. ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? സ്നേഹം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഉപവി പ്രവർത്തനങ്ങൾ ഒത്തിരി ഉള്ളത്. അപ്പോൾ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് പറയരുത്. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് വൃത്തിമനമായിട്ട്. ഉപവി ചെയ്യുന്നുണ്ട്, ഓർഫനേജിൽ പോകുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, എല്ലാ പണിയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിന്? നിങ്ങളുടെ വിസ പുതുക്കി കിട്ടാനാണ്. അതാണ് കുഴപ്പം. മനസ്സിലായില്ലേ? വിസ ഞാൻ ഏത് ഓർഫനേജിലാ മണ്ണാങ്കട്ടെ നരകത്തിലാ വേണേ പോയേക്കാം, എൻ്റെ വിസ ഒന്ന് പുതുക്കി തന്നാൽ മതി. അപ്പം ആരോടാണ് സ്നേഹം? വിസയുടെ സ്നേഹം. എന്നുവെച്ചാൽ നമ്മുടെ തന്നെയാണ്. ദൈവത്തിന് അവിടെ റോളില്ല. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അതാണ്. എന്തുകൊണ്ടാണ് വ്യക്തികൾ ദൈവസ്നേഹത്തെ വളരാത്തതിൻ്റെ കാരണം? അവർ ദൈവത്തിനെ അല്ല സ്നേഹിക്കണത്. അവരിങ്ങനെ പ്രവർത്തനം ചെയ്യും, പത്രങ്ങൾ കൊടുക്കും, വെയിൽ കൊള്ളും, മഴ കൊള്ളും, ദാനധർമ്മം ചെയ്യും. എല്ലാം എന്തിനാണ്? വിസ പുതുക്കി കിട്ടാനോ, മക്കളുണ്ടാകാനോ, കല്യാണം കെട്ടാനോ, വസ്തു വിൽക്കാനോ, ജപ്തി മാറാനോ ഒക്കെയാണ്. എൻ്റെ മക്കളെ ഇതൊക്കെ നടക്കട്ടെ. പക്ഷെ നിങ്ങൾ അതുമായിട്ട് കെട്ടിച്ചാടരുത്. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നതിനെല്ലാത്തിനും വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണം. അത് ഏത് അക്കൗണ്ടാണ്? ഞാൻ ഇതുവഴി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഗോട്ട് ദ പോയിന്റ്. നമ്മുടെ വിഷയം എന്താണ്? ഹൃദയത്തിൽ ശങ്കിക്കാതെ ഹൃദയത്തെ എങ്ങനെ ദൈവസ്നേഹത്തെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങളും സുവിശേഷ വേലകളും നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വിഷയത്തിന് വേണ്ടിയല്ല, ദൈവമായിരിക്കണം നമ്മുടെ വിഷയം.